സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്ക വരുന്നതും കാത്ത് രാധിക അവിടെ അമ്പലത്തിൻ്റെ കാത്തു നിൽക്കുമായിരിക്കും. ഈ സമയം വരുണും പ്രിയങ്കയും കൂടി ഒരുമിച്ച് കാറിൽ നിന്ന് വന്നിറങ്ങുന്നത് രാധിക കാണുവാണ് കേട്ടോ. അത് കാണുന്നതും രാധിക പറയണേ, ഈശ്വര, പ്രിയ തനിയെ വരുമെന്നാണല്ലോ പറഞ്ഞത്, ഇപ്പോൾ ഇത് വരുണും കൂടി വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ അവർ ക്ഷേത്രത്തിൻ്റെ അരികിലേക്ക് വരുന്നത് കാണുമ്പോൾ രാധിക അവിടെ നിന്ന് മാറി കുറച്ച് മറഞ്ഞു നിൽക്കുവാണ് കേട്ടോ. ഈ സമയം വരുൺ പ്രിയങ്കയോട് പറയുന്നുണ്ട്, അതെ, വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്നുള്ള നിഷ്കളങ്ക പോലുള്ള അഭിനയം ഉണ്ടല്ലോ, അതൊന്നും എൻ്റെ മുമ്പിൽ വേണ്ട. ഇനി അതുപോലെ കൂടുതലായിട്ട് നീ എന്തെങ്കിലും അഭിനയിച്ച് ഓവറാക്കിയാലേ ഞാൻ വീട്ടുകാരുടെ സന്തോഷവും സമാധാനത്തിൻ്റെ കാര്യമൊക്കെ മറക്കും, എൻ്റെ മട്ടും ഭാവമൊക്കെ മാറും. അതുകൊണ്ട് മേലാൽ അമ്മാതിരിയുള്ള വേഷം കിട്ടുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്, പറഞ്ഞേക്കാം. അങ്ങനെ അവർ രണ്ടാളും ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തുമ്പോഴായിരിക്കോട്ടോ തിരുമേനി പുറത്തേക്ക് വരുന്നത്. അങ്ങനെ രണ്ടാളെയും കാണുമ്പോൾ തിരുമേനിക്ക് ഒത്തിരി സന്തോഷമാവാ. ആഹാ, ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ രണ്ടാളും ഒരുമിച്ച്. അന്നേരം പ്രിയങ്ക പറയണേ, അച്ഛാ, ഇന്ന് വരണ്ട് പറഞ്ഞാലാ, സത്യം പറഞ്ഞാൽ വരുണിനോട് പറയാതെ തനിച്ച് വന്ന് ഇവിടെ വന്ന് കുറച്ച് പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ ക്ഷേത്രത്തിൽ പോകണ്ടെന്ന് അറിഞ്ഞപ്പോൾ അമ്മ അച്ഛനും കൂടി വരുണിനെയും കൂടി എൻ്റെ കൂടെ പറഞ്ഞയച്ചു. അന്നേരം തിരുമേനി പറയണേ, അതെന്താണെങ്കിലും നന്നായി, രണ്ടാളെ ഒന്നിച്ച് കാണാൻ പറ്റിയല്ലോ, ഒത്തിരി സന്തോഷമായി. ഈ സമയം പ്രിയങ്ക പറയണേ, അച്ഛാ, വരന് വേണ്ടി പ്രത്യേകം വഴിപാടുകളൊക്കെ നടത്തണേ. അതിനെന്താ മോളെ, ഒക്കെ നടത്താം. ഈ സമയം രാധിക ചെടികൾക്ക് മറിഞ്ഞു നിന്ന് പ്രിയങ്കേനെ കൈകൊണ്ടിങ്ങനെ വിളിക്കുവാണ് കേട്ടോ. അങ്ങനെ അത് കാണുന്ന പ്രിയങ്ക, ഞാനിപ്പോൾ വരാമേ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാറി നിന്ന് രാധികയുമായിട്ട് സംസാരിക്കുവാണ്. ഈ സമയം വരുൺ ചോദിക്കണേ, അച്ഛാ, ഇവിടെ അടുത്തൊരു സർപ്പക്കാവില്ലേ? ഉണ്ടല്ലോ മോനെ, ദേ ആ ഭാഗത്തായിട്ടാ. ഞാൻ ഇവിടെ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ സർപ്പക്കാവിൽ പോയിട്ടില്ല, ഞാനൊന്ന് പോയിട്ട് വരാം. അന്നേരം തിരുമേനി വരണേ, ഞാനും കൂടി മോൻ്റെ കൂടെ വരാം. അത് വേണ്ടച്ചാ, അച്ഛനോട് ജോലികളൊക്കെ ഉള്ളതല്ലേ, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. അങ്ങനെ വരുൺ സർപ്പക്കാവിലോട്ട് പോകുവാണ് കേട്ടോ. ഇതേ സമയം പ്രിയങ്ക നേരെ രാധികയുടെ അരികിലേക്ക് ചെല്ലുക. അന്നേരം രാധിക ചോദിക്കണേ, പ്രിയെ, നീ ഒറ്റയ്ക്കല്ലേ വരുമെന്ന് പറഞ്ഞത്, പിന്നെ വരുൺ എങ്ങനെയാണ് നിൻ്റെ കൂടെ വന്നത്? അന്നേരം പ്രിയങ്ക പറയണേ, ഞാൻ തനിച്ച് വരായിരുന്നതാ, അവരെല്ലാവരും കൂടി വരുണിനെയും കൂടി എൻ്റെ കൂടെ പറഞ്ഞയച്ചതാ. അതിരിക്കട്ടെ ചേച്ചി, സദ്യ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചേച്ചി എനിക്ക് പറഞ്ഞതാ. അന്നേരം രാധിക പറയണേ, മോളെ പ്രിയെ, അതൊക്കെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തന്നാൽ നിനക്ക് മനസ്സിലാവില്ല. നീ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ ചെല്ലുമ്പോൾ നീ ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കിക്കോളാന്ന് പറ, എന്നിട്ട് ഫോൺ ഓൺ ചെയ്ത് വെച്ചാൽ മതി, ഞാൻ ഫോണിലൂടെ നിനക്ക് പറഞ്ഞുതരാം. എന്നാൽ ശരി. അല്ല, ഫോണിൽ വിളിച്ചാൽ ഇയാൾ ഫോൺ എടുക്കുമോ, അല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും കറങ്ങി നടക്കുമോ? ഇല്ല പ്രിയെ, ഞാൻ ഇപ്പം തന്നെ വീട്ടിലേക്ക് പോകുക. എന്നാൽ ശരി, വേഗം പൊക്കോ ചേച്ചി, വരൻ്റെ മുമ്പിൽ ചെന്ന് പെടരുത്, മുത്തശ്ശി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്താണെങ്കിലും ഫ്രണ്ട് ഭാഗത്തോട്ട് പോകണ്ട, ആ സർപ്പക്കാവ് വഴി ചുറ്റിപ്പോയാൽ മതി. ശരി മോളെ. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ പ്രിയങ്ക ഈ സമയം ക്ഷേത്രത്തിലേക്ക് കയറുവാണ്ടോ. അങ്ങനെ രാധിക സർപ്പക്കാവ് വഴി ചുറ്റിപ്പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം ഗൗതത്തിൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് അവിടെ രാധികയെ ഫോളോ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അന്നേരം ഗൗതം ആ കൂട്ടുകാരനോട് പറയണേ, എടാ, ദേ അവൾ ഒറ്റക്കായി ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്, നീ അവളെ ആരുടെ ശ്രദ്ധപ്പെടാതെ പൊക്കിക്കൊണ്ട് വരണം. ഇതിനപ്പുറത്തേക്ക് മുഴുവൻ കാടാ, അതുകൊണ്ട് അവൾ ഇവിടെ കൊന്നു കുഴിച്ചിട്ടാൽ പോലും ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് അവളുടെ മുമ്പിലേക്ക് ചെല്ലാൻ പറ്റില്ല, ഞാൻ 2 തവണ അവളുടെ മുമ്പിൽ ചെന്ന് നാണം കെട്ടതാം. അന്നേരം ആ ഫ്രണ്ട് പറയണേ, ഗൗതം വിഷമിക്കണ്ട, അവളെ ഞാൻ പൂച്ചയെ തൂക്കുന്ന പോലെ തൂക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ് രാധികക്ക് പിന്നാലെ അയാളെ ഫോളോ ചെയ്ത് ചെല്ലുവാണ്. ഈ സമയം രാധിക നടന്ന് സർപ്പക്കാവിൻ്റെ അടുത്തെത്തുവാണ് കേട്ടോ. ഇതേ സമയം അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരിക്കും വരുൺ. അങ്ങനെ വരുൺ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് രാധിക കാണുക. ഈശ്വര, വരുൺ ഇവിടെയുണ്ടോ? അങ്ങനെ പറഞ്ഞ് രാധിക പതിയെ ബാക്കിലേക്ക് നടക്കുക, എന്നിട്ട് വീണ്ടും തിരിച്ച് നടക്കുവാണ് കേട്ടോ. ഇതേ സമയം ബാക്കിലൂടെ വന്ന ഗൗതത്തിൻ്റെ ആള് രാധികയുടെ വാപത്തിയിട്ട് അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകാൻ ശ്രമിക്കുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ ഒച്ച ഉണ്ടാക്കുവാണ് കേട്ടോ. അങ്ങനെ ഈ ശബ്ദം കേട്ട് വരുൺ അങ്ങോട്ടേക്ക് ഓടിയെത്തുമ്പോൾ കാണുന്നത് രാധികയെ കടത്തിക്കൊണ്ട് പോകാൻ നോക്കുന്ന ഗൗതത്തിൻ്റെ ആളെയാണ്. അങ്ങനെ അയാളെ ചവിട്ടിയിട്ട് രാധികയെ നെഞ്ചോട് ചേർക്കുവാണ് വരുൺ. ഈ സമയം വരുണിനെ കാണുമ്പോൾ രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. അങ്ങനെ അയാളെ വരുൺ നല്ല രീതിക്ക് പെരുമാറുന്നുണ്ട്. എന്നിട്ട് രാധികയെ കൈകളിൽ ഇങ്ങനെ കോരിയെടുത്ത് രാധികയെ കൊണ്ട് തന്നെ അവനിട്ട് നല്ല ചവിട്ടൊക്കെ കൊടുപ്പിക്കുവാണ് കേട്ടോ. എന്നിട്ട് അയാളുടെ നെഞ്ചിലിങ്ങനെ ചവിട്ടി നിർത്തിയിട്ട് വരുൺ പറയണേ, എടാ, നീ എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് കൈ വെക്കുമല്ലേ? അങ്ങനെ പറഞ്ഞ് വീണ്ടും അയാൾക്കിട്ട് നല്ല ഇടി കൊടുക്കുവാണ് വരുൺ. ഇതൊക്കെ കണ്ട് ഗൗതമാണെങ്കിൽ അവിടെ പേടിച്ച് വരണ്ട് നിൽക്കുക. അങ്ങനെ തല്ലുകൊണ്ട് വശം കെട്ട് അയാൾ അവിടെ നിന്ന് ഓടി ഗൗതത്തിൻ്റെ അടിയിലേക്ക് പോകുക. അങ്ങനെ രണ്ടാളും വരുണിൻ്റെ മുമ്പിൽ ചെന്ന് വിടാതെ വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ് കേട്ടോ. ഈ സമയത്തും വരുണാണെങ്കിൽ രാധികയെ വിടാതെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് രാധികയോട് ചോദിക്കണേ, എടോ, താൻ എവിടെയായിരുന്നടോ? ആരാ അയാൾ? എനിക്കറിയില്ല എന്ന് വരുണിനോട് രാധിക പറയുക. അന്നേരം വരുൺ ചോദിക്കണേ, ശരി, ഞാൻ ആരാ തൻ്റെ? ചോദിച്ചത് കേട്ടില്ലേ? തന്നോട് ഞാൻ ചോദിക്കുന്നത് ഞാൻ ആരാണെന്ന്. അന്നേരം രാധിക ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് കേട്ടോ. ഇത് കാണുമ്പോൾ വരുൺ പറയണേ, ഞാനല്ലേ തൻ്റെ കഴുത്തിൽ താലി കിട്ടിയത്? കതിർമണ്ഡപത്തിൽ എൻ്റെ കൂടെ ഇരുന്നത് താനല്ലേ? എന്നിട്ട് പിന്നെ എങ്ങനെയാ ആ പ്രിയങ്ക വന്നത്? തൻ്റെ കഴുത്തിൽ താലി കിട്ടിയ ഭർത്താവ് ഞാനല്ലേ? എന്നിട്ടും താൻ എന്തിനാ എന്നിൽ നിന്നിങ്ങനെ അകന്നു മാറാൻ ശ്രമിക്കുന്നത്? എന്താ തൻ്റെ പേര്? തൻ്റെ വീട് എവിടെയാ? ഞാൻ അവിടെ വന്ന് സംസാരിക്കാം, തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും.
എൻ്റെ പെണ്ണാ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ സമയം രാധിക വിടാനൊക്കെ പറയുന്നുണ്ട്. അന്നേരം രാധികയുടെ കയ്യിലിടുന്ന കവർ തട്ടിപ്പറിച്ച് വാങ്ങുകൊണ്ട് വരുൺ. എന്നിട്ട് പറയണേ, നീ എന്നോട് എല്ലാം തുറന്നു പറയണം, അല്ലാതെ നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് രാധികയുടെ കയ്യിൽ മുറുകെ പിടിക്കുവാണ്. ഈ സമയം വരണ്ട അന്വേഷിച്ച് പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുന്നത് രാധിക കാണുവാണ് കേട്ടോ. അന്നേരം രാധിക പറയണേ, ദേ പ്രിയങ്ക വരുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ. നമ്മൾ രണ്ടാളെയും ഈ ഒരു സാഹചര്യത്തിൽ ആ കുട്ടിയുണ്ടോ, അത് പ്രിയങ്കയ്ക്ക് സഹിക്കാനാവില്ല. പ്രിയങ്കയുടെ ജീവിതം നശിപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല. പ്ലീസ് എന്നെ വിടുവരും, എനിക്ക് പോകണം. അന്നേരം വരണാണെങ്കിൽ സമ്മതിക്കുന്നില്ല. ഇല്ല, തന്നെ ഞാൻ വിടില്ല. തൻ്റെ വീട് എവിടെയാണെന്ന് പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അന്നേരം രാധിക പറഞ്ഞേ, എനിക്ക് വീടൊന്നുമില്ല, ഞാൻ അനാഥയാ. അതേക്കുമ്പോൾ വരുൺ ചോദിക്കണേ, താൻ എങ്ങനെയാണ് അനാഥയാവുന്നത്? തൻ്റെ ഭർത്താവല്ലേ ഞാൻ. ഭർത്താവുള്ളപ്പോൾ താൻ എങ്ങനെയാണ് അനാഥയാവുന്നത്? തനിക്ക് എല്ലാമായി ഞാനില്ലേ? ഈ സമയം അതൊക്കെ കേൾക്കുമ്പോൾ രാധികയുടെ മനസ്സും അല്ലാതെ നിറയുന്നുണ്ട്. രാധികയ്ക്ക് എന്നാൽ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാതെ ആകെ വീർപ്പ് മുട്ടി നിൽക്കുവാണ് കേട്ടോ. അന്നേരം രാധിക വരുണിൻ്റെ കൈ തട്ടി മാറ്റി അവിടെ നിന്ന് പോകാൻ നിൽക്കുക. ഈ സമയം വരുൺ രാധികയോടായിട്ട് വിളിച്ചു പറയണേ, താൻ എങ്ങോട്ട് വേണമെങ്കിലും ഓടിപ്പോക്കോ, പക്ഷെ ഞാൻ തൻ്റെ പിന്നാലെ തന്നെ വരും. ഈ വരുണിനൊരു പെണ്ണുണ്ടെങ്കിൽ അത് താൻ മാത്രമായിരിക്കും. മരണം വരെ എൻ്റെ ജീവിതത്തിൽ മറ്റാർക്കും സ്ഥാനം ഉണ്ടാവില്ല. അത് കേട്ടിട്ട് സങ്കടത്തോടെ കണ്ണുകൾ നിറഞ്ഞ് രാധിക അവിടെ നിന്ന് മാറിക്കളയുവാണ്. ഈ സമയം പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുവാം. പ്രിയങ്കയെ കാണുന്നതും വരുൺ കയ്യിലുണ്ടായിരുന്ന കവർ മറച്ചു പിടിക്കുകയാണ് കേട്ടോ. അന്നേരം പ്രിയങ്ക ചോദിക്കണേ, എന്തു പറ്റി, എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്, പ്രാർത്ഥിക്കുമായിരുന്നോ? ആ അതേന്ന് വരുൺ പറയുക. ഈ സമയം പ്രിയങ്ക പറയണേ, അച്ഛനൊക്കെ ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. നമ്മൾ രണ്ടാളും ഒരുമിച്ച് വന്നല്ലോ, അവിടെ പൂജ നടത്തി വഴിപാടൊക്കെ നടത്തിയിട്ടുണ്ട്. വരുൺ വാ, പ്രസാദം വാങ്ങാം. അന്നേരം വരുൺ പറയണേ, എന്നാലേ എനിക്ക് തൻ്റെ കൂടെ വന്നത് തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നെ ഞാനിവിടെ പ്രാർത്ഥിച്ചത് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കാനാണ്. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക വരണം അവിടെ നിന്നും പോകുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധിക തൻ്റെ കണ്ണൻ്റെ വിഗ്രഹവും പിടിച്ച് സങ്കടപ്പെട്ട് കണ്ണനോട് വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. രാധിക പറയണേ, എന്തിനാ കൃഷ്ണ എന്നെ വീണ്ടും വരുണിൻ്റെ മുമ്പിൽ എത്തിക്കുന്നത്? എല്ലാം മറക്കാൻ ശ്രമിക്കുകയല്ലേ ഞാൻ, എന്നിട്ടും വീണ്ടും എന്തിനാ വരുണിൻ്റെ മുമ്പിലേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? പ്രിയങ്കയുടെ ജീവിതത്തിൽ ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഇനിയൊരിക്കൽ പോലും വരുണിൻ്റെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോകല്ലേ. വരുണിൻ്റെ മുമ്പിൽ നിൽക്കാനും വരുണിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ത്രാണി എനിക്കില്ല. എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുക. ഇനിയും എന്നെ നീ പരീക്ഷിക്കല്ലേ, എല്ലാം മറക്കാനായിട്ട് നീ എന്നെ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് രാധിക ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന പ്രിയങ്കേനെ വരുണയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോഴേക്കും വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് സന്തോഷിച്ച് നിൽക്കുവാണ് കേട്ടോ പ്രിയങ്ക. എന്നാൽ വരുണിൻ്റെ മുഖത്താണെങ്കിൽ ആ സന്തോഷമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്